ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ ഇതാ വയറിംഗ് ഒക്കെ ഊരിയിട്ടിട്ടുണ്ടോ. ചെറിയൊരു പണി വന്നതാണ്. എന്താ പറയുക, നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ വരുന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ട് കുടുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റണം, വയറൊന്ന് മാറ്റണം. വയറിന് ചെറിയൊരു പൊട്ട് കുടുങ്ങിയിട്ട് അത് കണ്ടില്ലേ, ചെറിയൊരു പൊട്ട് കുടുങ്ങിയിട്ടേ ഉള്ളൂ. അത് മാറ്റി പുതിയ വയറ് കയറണം കേട്ടോ. അവിടെ ഈ ചെയിന് കൊടുക്കാണ്ട്, ചെയിനും പിന്നെ എന്താ പറയുക കാർബറേറ്റർ ആട്ടോ മെയിനായിട്ട് വരുന്നത്. പിന്നെ ബോഡി കയറ്റാനുള്ളൂ, അത് ഞാൻ കഴിയും. പിന്നെ ഇതിൽ ക്ലച്ചിൻ്റെ വയറിനൊക്കെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കണം. അത് വണ്ടി കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാറ്റാൻ പൊട്ട് കാര്യങ്ങളൊന്നുമില്ല, മാറ്റുന്നില്ല. എന്തായാലും വയറിങ്ങിൻ്റെ പരിപാടിയാണ് ഇനി നീങ്ങാനുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പുറത്തിറക്കാം. നമ്മളെ ചെയിൻ്റെ സ്പോക്കറ്റിന് പണി കഴിഞ്ഞിട്ടുണ്ടോ, ചെയിൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചെയിൻ്റെ ഈ സൈഡിലെ കവറ് നമുക്ക് ഇടണം കേട്ടോ. നമ്മളെ ചെയിൻ്റെ ഭാഗത്തുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ്റെ ഇനി കവറും കൂടി ആട്ടാടാള്. ഇവിടെ ഒരു നെറ്റ് ഉണ്ടല്ലേ, ഇത് കിട്ടുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ഈ നെറ്റ് ഊരാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ ചെയ്ത് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പിരി പോയി കിടക്കുകയാണ്. ബാക്കി എല്ലാ നെറ്റും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊട്ടയിൽ നിന്ന് വാങ്ങിയത് പറഞ്ഞാൽ എൻ്റെ പൊളി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് പറഞ്ഞാൽ ഇതാട്ടോ. അപ്പോൾ മറ്റേൻ്റെ ഇവിടെ ഉള്ള സംഭവമായി നമ്മളെ നെറ്റിൻ്റെ അപ്പുറം ആടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങി. അപ്പോൾ ഇതിനാണ് 200 രൂപ അവിടെ വാങ്ങി കേട്ടോ, ഈ ഭാഗത്തിന് മാത്രം. വർക്ക് എടുക്കാനുള്ളത് നമ്മളെ സീറ്റിൻ്റെ പരിപാടി കേട്ടോ. സീറ്റിൻ്റെ ഇനി കവർ ഇടണം. അപ്പോൾ ഇത് സീറ്റ് കൂടി നാശമായി കിടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സീറ്റ് കവർ ഇടണം കേട്ടോ. $150 കാർബറേറ്ററിൻ്റെ ഇൻസുലേറ്റർ ഇല്ലേതാ, അത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ എയർ ഫിൽറ്ററും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ ഫ്ലാഷറും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എയർ ഫിൽറ്ററിന് വില വരുന്നത് 80 റുപ്യ കേട്ടോ വരുന്നത്. ഇൻസുലേറ്ററിന് വില വരുന്നത് പറഞ്ഞാൽ 55 റുപ്യ ആയിരുന്നു. പിന്നെ 150ൻ്റെ ഫ്ലാഷർ വരുന്നത് 110 റുപ്യ കേട്ടോ വരുന്നത്. വയറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അയച്ചിട്ട വയറിങ്ങൊക്കെ ഇനി ഒന്നും കൂടി സെറ്റാക്കി എടുക്കണം കേട്ടോ. സെറ്റാക്കിയിട്ട് പഴയ പോലെ തന്നെ ആക്കി വെക്കണം കേട്ടോ. ഇനി അപ്പോൾ നമ്മളെ വയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്കത്തെ ഈ ബാക്ക് കവർ ഞങ്ങൾ കുടുക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ടാങ്ക്, പിന്നെ വൈസറാണ് മെയിൻ, പിന്നെ കാർബറേറ്റർ കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്ററിനോട് ഇൻഡിക്കേറ്റർ വർക്കിംഗ്, 2 ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആണ്. ചെറിയൊരു പ്രശ്നമുള്ളൂ. അതിന് ചെറിയൊരു വയർ പൊട്ടി കിടക്കുകയും അത് മാറ്റിയപ്പോൾ റെഡി ആയിട്ടോ. പരിപാടി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ടൊന്ന് വയറിങ്ങിൽ കുറേ നേരം ചൊറഞ്ഞു കിട്ടും. അപ്പോൾ നാളെ ഫുൾ പണി തീർക്കണം എന്നാണ് ആഗ്രഹം. അപ്പം അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.